പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ച തുർക്കിക്കെതിരെ നടപടി ഇന്ത്യ കടുപ്പിച്ചു. തുർക്കി ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിക്ക് ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ വിലക്കേർപ്പെടുത്തി. അതിനിടെ JNUവിന് പിന്നാലെ ജാമിയ മിലിയ സർവകലാശാലയും തുർക്കിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായുള്ള സഹകരണം അവസാനിപ്പിച്ചു. പാകിസ്ഥാന് പിന്തുണ നൽകുന്ന തുർക്കിക്കെതിരെ കടുത്ത നടപടി തുടരുകയാണ് കേന്ദ്രം. തുർക്കി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിയായ ജലബി എയർപോർട്ട് സർവീസസിനാണ് ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ വിലക്കേർപ്പെടുത്തിയത്. ജലബി എയർപോർട്ട്സിന്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് ആണ് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയത്. ദേശസുരക്ഷ മുൻനിർത്തിയാണ് കമ്പനിക്ക് നൽകിയ സെക്യൂരിറ്റി ക്ലിയറൻസ് റദ്ദാക്കുന്നതെന്ന് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ജോയിന്റ് ഡയറക്ടർ സുനിൽ യാദവ് പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കി. മുംബൈ, ഡൽഹി, ഹൈദരാബാദ്, കൊച്ചി, ചെന്നൈ തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന വിമാനത്താവളങ്ങളിലെല്ലാം ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഓപ്പറേഷൻ ചെയ്യുന്ന പ്രമുഖ കമ്പനിയാണ് ജലബി എയർപോർട്ട് സർവീസസ്. അതിനിടെ തുർക്കിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായുള്ള സഹകരണം കൂടുതൽ സർവകലാശാലകളും അവസാനിപ്പിച്ചു. തുർക്കിയിൽ അഫിലിയേറ്റ് ചെയ്ത സ്ഥാപനങ്ങളുമായുള്ള ധാരണാപത്രം ഒഴിവാക്കിയതായി ജാമിയ മിലിയ പ്രൊഫസർ സൈമ സയ്യിദ് വ്യക്തമാക്കി. JNU സർവകലാശാലയും തുർക്കിയിലെ ഇനോനു സർവകലാശാലയുമായുള്ള എഗ്രിമെന്റ് റദ്ദാക്കിയിരുന്നു. തുർക്കി, അസർബൈജാൻ എന്നീ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്നും വിനോദസഞ്ചാരത്തിനായി പോകരുതെന്ന ബോയ്ക്കോട്ട് ക്യാമ്പയിനിങ്ങും രാജ്യത്ത് നടക്കുകയാണ്. 24 ഡൽഹി.